ശശി തരൂരിന്റെ ഒരു പ്രതികരണം വരികയാണ്. അത് എക്സിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അല്പം മുമ്പാണ് നമ്മൾ ഒരു വാർത്ത വിശദമായി പരിശോധിച്ചത്. ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് എംപിമാരുടെ സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറും അതിനെ തുടർന്നുള്ള നടപടിയും നയതന്ത്ര തലത്തിൽ മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഡെലിഗേഷന്റെ ഉദ്ദേശം. ആ ഡെലിഗേഷനിൽ 4 നേതാക്കളെയാണ് രാഹുൽ ഗാന്ധി സർക്കാരിന് മുന്നിൽ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ 4 പേരുകളല്ല, തരൂരിന്റെ പേരാണ് പ്രഥമ പരിഗണന നൽകി ഒരു സംഘത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. തരൂരിന്റെ പേര് എങ്ങനെ വന്നു എന്ന ആശ്ചര്യം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. അത് ജയറാം രമേശിന്റെ ട്വീറ്റിൽ വ്യക്തവുമാണ്. കോൺഗ്രസിനെ വെട്ടി തരൂരിന്റെ പേരിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ നടപടിയെ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ തന്റെ പോസ്റ്റിലൂടെ. I am honored by invitation of the government of India to lead all party delegation to 5 key capitals to present our nation's point of view on recent events. When national interest is involved and my services are required, I will not be found wanting. Jai Hind എന്ന് എക്സിൽ എഴുതുന്നു ശശി തരൂർ. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ദേശീയ താല്പര്യം വരുന്ന സമയത്ത് എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് ശശി തരൂർ പറയുന്നു. ഞാൻ അഭിമാനമുണ്ട് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് ഔദ്യോഗികമായി നിർദ്ദേശിച്ച പേരുകളിൽ തരൂരിന്റെ പേരില്ല എന്ന് പരസ്യമാക്കിയതിന് ശേഷം ശശി തരൂർ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ് രംഗത്ത് വരികയാണ്. നമുക്കറിയാം, ഈ യുദ്ധ സമയത്ത് ശശി തരൂരിന്റെ പരാമർശങ്ങൾ കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല കുഴപ്പത്തിലാക്കിയത് അല്ലെങ്കിൽ അമർഷത്തിലാക്കിയത്. ശശി തരൂർ പറഞ്ഞത് ദേശീയ താല്പര്യം അനുസരിച്ചാണെങ്കിലും കോൺഗ്രസിന് അത് പലതും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ശശി തരൂർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുമ്പോൾ ഇനി ഭാവിയിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം വരികയാണോ? തരൂർ പതുക്കെ കോൺഗ്രസ് നേതൃത്വവുമായി അകലുകയാണോ? അഭിലാഷ്, ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ട് ശശി തരൂരിൻ്റെ പേര് പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെ ഒരു പേര് നൽകിയിട്ടില്ല എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ ആ ക്ഷണം, സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് തന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച നടപടിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. താൻ ഐ എം ഓണേർഡ് എന്നുള്ളതാണ്, താൻ അഭിമാനപൂർവ്വം അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത്. 5 പ്രധാനപ്പെട്ട രാഷ്ട്ര തലസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെ എന്ന് വ്യക്തമല്ല, പക്ഷേ US-ഉം അമേരിക്കയും ബ്രിട്ടനും ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് പുറത്തു വരുന്നത്. അതായത് 5 പ്രധാന രാജ്യങ്ങളിലേക്ക് തൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യയുടെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് എൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ അക്കാര്യത്തിൽ ഒരു വീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്ന് വരില്ല എന്നാണ് ഇപ്പോൾ ശശി തരൂർ തൻ്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ ഇത് അവസാനിപ്പിക്കുന്നത്. അതായത് കോൺഗ്രസ് പേര് ഞങ്ങൾ നൽകിയിട്ടില്ല, ശശി തരൂരിൻ്റെ പേര് നൽകിയിട്ടില്ല എന്ന് ഔദ്യോഗികമായിട്ട് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പ് വന്ന ശേഷം ശശി തരൂർ ഈ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജയറാം രമേശിന്റെ പോസ്റ്റ് അല്പം മുമ്പാണല്ലോ വന്നത്. ജയറാം രമേശിന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നേരത്തെ അഭിലാഷ് ചോദിച്ച പോലെ തരൂരിന്റെ നിലപാട് അത് കോൺഗ്രസിനോട് അകലം പാലിക്കുന്ന, കോൺഗ്രസുമായി അകലുന്നു എന്നതിപ്പോൾ കൂടുതൽ അത്തരം സൂചനകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതല്ലേ? രതീഷ്, ഈ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല. കോൺഗ്രസും ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സർക്കാർ എടുത്തിട്ടുള്ള എല്ലാ നടപടികളെയും പിന്തുണച്ചിട്ടുണ്ട്. ശശി തരൂരിൻ്റെ നിലപാടുകൾ കോൺഗ്രസിൽ ഒരു അമർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഇന്ദിരാഗാന്ധിയുടെ 1971 യുദ്ധ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാടുമായുള്ള താരതമ്യം വന്ന ഒരു ഘട്ടത്തിലാണ് ശശി തരൂർ അതിൽ ഒരു 2 വ്യത്യസ്തമായ ഒരു നിലപാട് പറഞ്ഞത്. അതായത് അന്നത്തത് ഒരു യുദ്ധമായിരുന്നു, പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധമാണ്, ഇതൊരു ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ആ നിലപാട് അല്ലെങ്കിൽ അമേരിക്കയുടെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറഞ്ഞ ആ നിലപാടും ഇന്നത്തെ നേതൃത്വം ആ കാര്യത്തിൽ അമേരിക്കയുടെ മുന്നിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളൊരു ആരോപണം, അത് രണ്ടും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ നിലപാട്. ആ ഒരു നിലപാടിനോടാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അകത്തിപ്പോൾ പ്രശ്നങ്ങളുള്ളത്. അതായത് ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു സേവനത്തെ എഴുത്തി കാണിച്ചു എന്നുള്ളതാണ് ആ വ്യാഖ്യാനം. സ്വാഭാവികമായിട്ടും